ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 ഡേ 3 മൂന്നാം ദിവസത്തെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നലെ പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പാനും അനുമോളും കൂടെ അവിടെ അനീഷിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, എന്താണ് അനീഷാണ് ഇപ്പൊ പുറത്തെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ, പുള്ളി മാത്രമാണ് കോണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്, അനീഷ് 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 എന്ന പേര് മാത്രമേ ഇപ്പൊ പുറമെ ചർച്ചാ വിഷയമായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞത് അപ്പാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെങ്ങനെ നീ തീരുമാനിക്കുന്നത്, നീ കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അയാൾ അനുവിന്റെ മെക്കിട്ട് കയറാണ്. പക്ഷെ അനു ജനങ്ങളുടെ പൾസ് അറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അനു പറഞ്ഞതാണ് പോയിന്റ്. ഇവിടെ ഇപ്പൊ അനീഷ് മാത്രമേ ഗെയിം കളിക്കുന്നുള്ളൂ, അനീഷിന്റെ പേര് മാത്രമേ പോകുന്നുള്ളൂ. ബാക്കി ആരും ഗെയിം കളിക്കുന്നില്ല. ഓളത്തിനനുസരിച്ച് ഇങ്ങനെ ഒഴുകി പോകുന്നു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് ആയിരിക്കും വാഴകൾ. പണികളൊക്കെ കൊള്ളാം, 7 8 16 ഒക്കെ പണികളുണ്ട്. പക്ഷെ അത് കണ്ടസ്റ്റൻസ് എടുക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അവിടെ പെർഫോം ചെയ്യുന്ന ഒരു രീതി നല്ല വാഴകളായിട്ട് തന്നെയാണ്. പക്ഷെ അനീഷ് തിരക്കേടില്ലാത്ത ഇച്ചിരി ചൊറിച്ചിലും കാര്യങ്ങളും കാണിക്കുന്നുണ്ടെങ്കിലും ബിഗ് ബോസിന് കോണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? അനീഷ് മാത്രമാണ്. സോ അനുവിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വാസ്തവം തന്നെയാണ് കേട്ടോ. അതിനുശേഷമാണ് പേരിടൽ ചടങ്ങ്. ഇന്നലെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ ഇച്ചിരി ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പേരിടൽ ചടങ്ങ്. ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിനും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്കും ഓമനപ്പേര് എന്ന രീതിയിൽ ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ രേണു സുധീനെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥി എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രമേ പിക്ക് ചെയ്തിട്ടുള്ളൂ, അത് അക്ബർ ഖാനാണ്. അവിടെയും അക്ബർ ഖാൻ ചെയ്തൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീനെ സെഫ്റ്റി ടാങ്ക് അഥവാ തീട്ടക്കുഴി എന്നാണ് അക്ബർ ഖാൻ വിശേഷിപ്പിച്ചത്. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് പല കാര്യങ്ങളും അവർക്കെതിരെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ പെരുമാറ്റങ്ങൾക്കുള്ള മറുപടി നമ്മൾ അപ്പോൾ കൊടുക്കുന്നു എന്നല്ലാതെ ഒരു വലിയ ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ജനങ്ങൾ കാണുക ഒരാളെ സെഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. കാരണം ബിഗ് ബോസ് ഹൗസിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഫ്റ്റി ടാങ്ക് എന്നൊരു ഓമനപ്പേര് വിളിക്കാൻ പാകത്തിന് ആ സ്ത്രീ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കോണ്ടന്റ് പോലും കൊടുക്കുന്നില്ല. അവർക്കെതിരെ 2 പ്രാവശ്യം വന്ന സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രതികരിച്ച് വിട്ടു എന്നല്ലാതെ അവിടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ആ സ്ത്രീ ഇന്നേ വരെ ഈ ഒരു 3 ദിവസമായിട്ട് നിന്നിട്ടില്ല. പിന്നെ ഏത് രീതിയിലാണ് ഈ ഒരു സ്ത്രീ ടോക്സിക് ആണ്, സെഫ്റ്റി ടാങ്ക് ആണ് എന്നുള്ള കാര്യം പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്കറിയാം. ഇപ്പൊ അക്ബർ ഖാൻ പുറത്തെ കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് വിലയിരുത്തിയത് എന്നുണ്ടെങ്കിലും പുറത്തും സെഫ്റ്റി ടാങ്ക് എന്ന് പറയുന്ന രീതിയിൽ പെരുമാറാൻ പാകത്തിനുള്ളൊരു കാര്യങ്ങളൊന്നും ആ സ്ത്രീ ചെയ്തിട്ടില്ല. പക്ഷെ നന്ദികേട് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, അതില്ലാന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഇരിക്കെ സെഫ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ഒരു പദം നമുക്കറിയാം എന്താണ്, മനുഷ്യ വിസർജ്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് തരം താഴ്ന്ന രീതിയിലോട്ട് അക്ബർ ഖാൻ താഴ്ന്നിട്ട് ആ സ്ത്രീനെ അത്രയ്ക്ക് തരം താഴ്ന്ന ഒരു പേര് നിർദ്ദേശിച്ചതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ അകത്ത് കൂടെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ വീശി ഇങ്ങനെ നമ്മുടെ മാടമ്പള്ളിയിലെ മനോരോഗി പോലെ ഇങ്ങനെ നടക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, ഞാൻ അമ്മമാരെ പ്രതിനിധീകരിച്ച് വന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അമ്മമാരെ പ്രതിനിധീകരിച്ച് വന്നു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിപ്പില്ല. ഇതിന് മുമ്പത്തെ സീസൺസിലും അമ്മമാരായിട്ടുള്ള ഒരുപാട് കോണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. വിഡോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, പിന്നെന്താ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഈ സീസണിൽ നോക്കുകയാണെങ്കിലും ഷാരിക ഡിവോഴ്സ്ഡ് ആണ്, സിംഗിൾ മദർ തന്നെയാണ്. അവർ തന്നെയാണ് അവരുടെ കൊച്ചിനെ നോക്കുന്നത്, ഡിവോഴ്സ്ഡ് ആണ്. അവരും സമൂഹത്തിൽ ഒരു ആൺതരിയുടെ തുണയില്ലാതെ പൊരുതി ജീവിക്കുന്ന സ്ത്രീ തന്നെയാണ് ഷാരികയും. അങ്ങനെ നോക്കുന്ന സമയത്ത് രേണുസുധിക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ് അവിടെ അമ്മമാർക്ക് വേണ്ടി പ്രതിനിധീകരിച്ച് വന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവർ പറയുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വിധവകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നതാണ് എന്നൊക്കെ ഉച്ച സമയത്ത് നമ്മുടെ നൂറേനോട് പറയുന്നുണ്ട്, ഞാൻ വിധവകളെ പ്രതിനിധീകരിച്ച് വന്നതാണ്, അമ്മമാരെ സിംഗിൾ മദറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ സിംഗിൾ മദറെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരാൻ സാധിക്കുന്ന തക്കവണ്ണത്തിൽ ഒരു കാര്യം അവർ പുറമെ ചെയ്തിട്ടില്ല. എന്താണ് ചെയ്തിട്ടുള്ളത്? വിധവകളെ പ്രതിനിധീകരിച്ച് ചെല്ലാൻ പാകത്തിന് എന്താണ് ആ സ്ത്രീ പുറത്ത് ചെയ്തിട്ടുള്ളത്? അവർ ചെയ്തിട്ടുള്ളത് അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം, അവർക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആളുകളെ കരിവാരി തേക്കുക, അവരെ സഹായിച്ച ആളുകളെ വലിച്ചു വാരി ഭിത്തിയിലൊട്ടിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇവര് വിധവകളെ റെപ്രസെന്റേറ്റ് ചെയ്തു എന്ന് പറയുന്നത് വലിയ ആഘോഷത്തിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മുടെ സ്വിഗ്ഗിയിൽ ഇതിനു മുമ്പ് ഒരു സ്ത്രീ ജീവിതമാർഗം പോറ്റുന്നതിന് വേണ്ടി ചെറിയ കൊച്ചിനെ പൊരി വെയിലത്ത് തോളത്ത് കെട്ടിക്കൊണ്ട് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന സീനുണ്ട്. അവരൊരു സിംഗിൾ മദർ ആണ്, അല്ലെങ്കിൽ അവരൊരു പോരാളിയാണെന്ന് പറയാൻ വേണ്ടി പറ്റും. മനസ്സിലായി? അവിടെയും കൊച്ചിനെ വെച്ചുകൊണ്ട് ഇവർ ഷൂട്ടിന് പോകുമ്പോഴും അല്ലാത്ത പണിക്കൊക്കെ പോകുമ്പോഴും ഇവരെ എൻജോയ്മെന്റ് ചെയ്യുമ്പോഴൊക്കെ കൊച്ച് ഒറ്റയ്ക്ക് അവരുടെ മുത്തശ്ശന്റെയും കൂടെ താമസിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവരൊരു സിംഗിൾ മദർ എന്നിങ്ങനെ അത്ര അഭിമാനത്തോടെ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതിനു മുമ്പ് വേറെ കണ്ടിട്ടുണ്ട്, ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ മക്കളെ കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് തന്നെ കണ്ടിട്ടുണ്ട്. വേറെ സ്ത്രീകൾ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്ന സ്ത്രീകളുണ്ട്, നിവർത്തിയില്ലാതെ വീട്ടിൽ അടച്ചു വെച്ച് പോകുന്ന സ്ത്രീകളുണ്ട്, ജോലിക്ക് പോയി മാന്യമായിട്ട് തിരിച്ചു വന്ന ആ കൊച്ചുങ്ങളെ പോറ്റി വളർത്തുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അവരിൽ ഒരാൾ പോയി ഇങ്ങനെ ഞാൻ വിധവളെ റെപ്രസെന്റ് ചെയ്ത് വന്നതാണ്, സിംഗിൾ മദറിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് വന്നതാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു അർത്ഥമുണ്ട്. ഇവർ പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. ദയവ് ചെയ്തിട്ട് ഈ വക സെന്റിമെന്റൽ വിഷയങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കരുത്. സേഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞത് 100% തെറ്റാണ്. അവിടെ ഒരാളെ ഇതിൽ പ്രത്യേകമായിട്ട് നൂറേനോട് പറയുന്നത്, ഞാനൊരു സ്ത്രീയാണ്, ഒരു സ്ത്രീത്വത്തെയാണ് അയാൾ അപമാനിച്ചത്. എവിടെയാണ് സേഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചത്? അതിപ്പോൾ ഒരു പുരുഷനെയാണ് വിളിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു വ്യക്തിത്വമുണ്ട്, ഒരു പൗരത്വമുണ്ട്, ഇല്ലേ, ഒരു പുരുഷത്വമുണ്ട്.
അപ്പൊ പുരുഷനെ വിളിച്ചു കഴിഞ്ഞാലും ആ ഒരു പദം തെറ്റാണ്. അവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ബിഗ് ബോസ് പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിലാവട്ടെ അല്ലെങ്കിൽ പുറമേ ആവട്ടെ, സേഫ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷനോ സ്ത്രീയോ ആണെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അവിടെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നുള്ള ഒരു പദം യൂസ് ചെയ്യേണ്ട ആവശ്യം, ഒരു വിക്ടിം കാർഡിന്റെ ആവശ്യമൊന്നും എന്തായാലും അവിടെ ഇല്ല. ആ ഒരു സന്ദർഭം ഈ സ്ത്രീക്ക് നല്ല ഇത്രയും കാലമായിട്ട് ഒരു കോണ്ടന്റും കൊടുത്തില്ല. വെറുതെ ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു, കിടക്കുന്നു, വെറുതെ അവർക്കെതിരെ എന്തേ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഭദ്രകാളി പോലെ തുള്ളുന്നു എന്നല്ലാണ്ട് വേറൊരു കാര്യം അവർ ചെയ്യുന്നില്ല. ഒരു കോണ്ടന്റ് പോലും അവരുടേതായ രീതിയിൽ അവർ അങ്ങോട്ട് കൊടുക്കുന്നില്ല. ഞാൻ പുറത്ത് സോഷ്യൽ മീഡിയക്കകത്ത് അനുഭവിച്ച കാര്യങ്ങളോ പുറമെ നടന്ന കാര്യങ്ങളൊക്കെയാണ് അവരവിടെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കിട്ടിയ ഒരു ചാൻസ് അക്ബർ ഖാനെതിരെ എന്താണ് പ്രയോഗിച്ചിട്ട് അക്ബറിനെ കൗണ്ടർ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പറഞ്ഞത്, ഞാൻ അത്തരത്തിൽ എന്ത് പ്രവൃത്തിയാണ് ഞാൻ ഇവിടെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അക്ബർ ഖാനുമായിട്ട് എന്താണ് ഒരു വഴക്കിടുകയോ അവിടെ വെച്ച് തന്നെ മാപ്പ് പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ രേണു സുധി ബിഗ് ബോസിന് ഒരു കോണ്ടന്റും കൊടുക്കുമായിരുന്നു. പുറമെ ജനങ്ങളുടെ കുറച്ച് വോട്ട് മറിയുകയും ചെയ്യായിരുന്നു. പക്ഷെ ആ സ്ത്രീ അവിടെ ചെയ്തില്ല. അവൻ മിണ്ടാതെ പോയി അകത്തിരുന്ന് ഒറ്റയ്ക്ക് ക്യാമറ നോക്കി മാത്രം കുറെ പൊലമ്പി. പിന്നെ നൂറേനോട് കുറച്ച് പരിഭവം പറഞ്ഞു. ആ വിഷയം അവിടെ ഒഴിവാക്കി. ഇന്നലെ സത്യം പറഞ്ഞാൽ നല്ലൊരു കോണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹൗസ് മേറ്റ്സിൽ കുറെ പേര് രേണുവിന്റെ ഭാഗവും നിന്നതിനെ അക്ബർ ഖാൻ എഗെയിൻസ്റ്റും ആയനെ. നല്ലൊരു ഗെയിം അവിടെ കൊടുക്കാമായിരുന്നു. പക്ഷെ ആ സ്ത്രീ അത് കുളമാക്കി. ശേഷം ഷാനവാസും അക്ബറും കൂടെ ഒന്ന് കുളക്കുന്നുണ്ട്. അക്ബർ വെറുതെ ഈ അക്ബർ എനിക്ക് തോന്നുന്നു കുറച്ച് ഇങ്ങനെ മുടിയൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ എന്തൊക്കെ വൃത്തിയുടെ കാണിക്കുന്നുണ്ട്. ഈ അനുമോളെന്ന് തോന്നുന്നുണ്ട് എനിക്ക് മുടിയാണെന്നൊക്കെ പറയാം. നമുക്ക് ലൈവിലാണ്, പക്ഷെ എപ്പിസോഡിലൊന്നും ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം അക്ബറും ഷാനവാസും കൂടെ ഒന്ന് ഉരസുന്നുണ്ട്. രുദ്രനൊക്കെ അങ്ങ് സീരിയലിൽ മതി, രുദ്രൻ എടുക്കാൻ പറഞ്ഞപ്പോൾ വേറെ ഏതോ ക്യാരക്ടറാണ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വാടാ പോടാന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ക്ലാഷ് നടക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു സില്ലി ടോക്കായിട്ട് അത് അവിടെ ഒഴിവായിപ്പോയി. പിന്നെ ഇവരെല്ലാവരും കൂടി ഈ ഉറങ്ങുന്ന ആളുകളെ ആരെ പൊക്കണം കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഷാരിക, അക്ബർ ഖാൻ, അപ്പാനി എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുന്ന സമയത്ത് അക്ബർ ഖാൻ ക്യാമറ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ അവർക്കൊരു കോണ്ടന്റ് കൊടുത്തതാണ്, അവർ നന്നായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് കരുതി, അവരൊരു കോണ്ടന്റ് കിട്ടുമെന്ന് കരുതി അവരെ പുറത്ത് ചാടിക്കാനുള്ളൊരു ഐഡിയ ആയിരുന്നു ഈ വിളി. പക്ഷെ അവർ അതിന് നിന്നില്ല. സോറി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ക്യാമറ നോക്കിയിട്ട്. ക്യാമറ നോക്കി പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ സ്ത്രീനോട് ഏതെങ്കിലും ക്യാമറയ്ക്ക് മുമ്പിൽ ആ സ്ത്രീൻ്റെ അടുത്ത് നേരിട്ട് ചെന്ന് പറയുന്നതായിരുന്നു കുറച്ചും കൂടെ ഉചിതം എന്ന് എനിക്ക് തോന്നി. പിന്നെ നടന്നത് ഒരു കോയിൻ കളക്ഷൻ ആണ്. അക്ബറിന് ഗോൾഡ് കോയിൻ കിട്ടിയതുകൊണ്ട് ഒരാളെ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു, സൂപ്പർ പവർ കിട്ടിയതുകൊണ്ട്. അപ്പോൾ അക്ബർ ആര്യനെ സെലക്ട് ചെയ്തു. ആര്യന്റെ കയ്യിൽ നിന്ന് ആ ഗോൾഡ് കോയിൻ താഴെ വീണുപോയി. അത് ഷാനവാസ് എടുക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഷാനവാസിന് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു. അങ്ങനെ ഷാനവാസിനാണ് ഇപ്പോൾ ഒരു ഗോൾഡ് കോയിൻ കിട്ടി. പിന്നെ ആര്യനും അക്ബറും തമ്മിലൊരു നോമിനേഷൻ ചെയ്യാൻ പറഞ്ഞു. കാരണം ആ ഒരു സൂപ്പർ പവർ അക്ബറിന് നഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് ടേംസ് ആവുന്നില്ല എന്ന് കണ്ട സമയത്ത് അക്ബർ വിട്ടുകൊടുത്തു. ശരി, ഈ പ്രാവശ്യം നീ നോമിനേഷൻ ഉണ്ടല്ലോ, അടുത്ത പ്രാവശ്യം ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഒരു രസകരമായ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവീൻ എന്ന് പറയുന്ന പയ്യൻ, നെവിൻ എന്ന് പറയുന്ന അയാൾ മറ്റേ ആര്യന്റെ ബാൻഡ് എടുത്തുകൊണ്ട് ഒളിപ്പിക്കുകയും നിനക്ക് എന്നെ സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ആര്യനെ മൂപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വീക്ക് പുറത്ത് പോകാനുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ. അതിന് മാത്രം ഉള്ള പെർഫോമൻസ് അവിടെ കൊടുക്കുന്നുള്ളൂ. പുറത്ത് വോട്ടും കുറവാണ്. സോ നെവിൻ ഈ ആഴ്ച പുറത്ത് പോകാനുള്ളതൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ ബാൻഡൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുള്ളിക്കാരന്റെ വർണ്ണശബളമായ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ബാൻഡിന് പുറകെ നടക്കുന്നത്. അപ്പനി ഗ്രൂപ്പിസം കളിക്കുകയാണ്. വന്ന സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. അനുമോൾ കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു തന്നെയാണ്. കുറച്ച് മാറിപ്പോയി കഴിഞ്ഞ ശേഷം പുള്ളിക്കാരി ഒറ്റയ്ക്ക് പറയുന്നുണ്ട് ഗ്രൂപ്പിസം കളിക്കാനല്ല വന്നത്, ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നതെന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി, അക്ബർ, ആര്യൻ ഇവർ മൂന്നാളുടെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പിസം നടക്കുന്നുണ്ട്. അത് അപ്പാനിക്ക് വല്ലാണ്ട് കൊണ്ടു പുള്ളിക്ക് നല്ല ദേഷ്യം പിടിച്ചു. ബെഡിലിട്ട് കുത്തുന്നുണ്ട്, സോഫയിലിട്ട് കുത്തുന്നുണ്ട്, ആകെ ഒരു കലിപ്പ് മൂട് പിടിച്ചിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അപ്പാനി ശരത്ത് തന്നെ എപ്പിസോഡിൽ പറയുന്നത് കണ്ടില്ല, BB+ എന്നല്ല ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം ലൈവിൽ ഇന്നലെ ഉണ്ടായിരുന്നു രേണു വെറും പാഴാണ്. ശരിയാണ്, അങ്ങനെയല്ല, അത് പറഞ്ഞു വന്ന ആ ഒരു വേ ശരിയാണ്. അപ്പാനി അവിടെ പറഞ്ഞു രേണു വെറും പാഴാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പുറത്ത് ഒരുപാട് ഹൈപ്പ് കിട്ടി ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഒരു കോണ്ടന്റ് കൊടുക്കാണ്ട് വെറുതെ ഇരുന്ന് ഇങ്ങനെ ചൊറിയും കുത്തി നടപ്പാണ്. എല്ലാവരുടെയും പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് രേണു പുറത്തുള്ള പോലെ തന്നെ ഇതിന്റെ അകം കത്തിക്കുന്നു കരുതി ഹസ്ബൻഡിനോടുള്ള റെസ്പെക്ട് കൊണ്ടാണ് ഒന്നും മിണ്ടാത്തതെന്നൊക്കെ പറഞ്ഞു. അതായത് സുധീനോടുള്ള റെസ്പെക്ട് കൊണ്ടാണ് രേണുവിനെ ഒന്നും പറയുന്നത്, പിന്നെ പെണ്ണല്ലേന്ന് കരുതിയിട്ടാണ് വിടുന്നതെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അപ്പാനി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, രേണു അവിടെ ചെന്നതിന് ശേഷം കോണ്ടന്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇവിടുത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റും ഇവിടുത്തെ പെർഫോമൻസും കണ്ടിട്ട് BB ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നന്നായിട്ട് പെർഫോം ചെയ്യും, നമുക്ക് നല്ല നല്ല കോണ്ടന്റ്സ് കിട്ടും എന്നുള്ള കാര്യം എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമാണ് ആ സ്ത്രീ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പാനി വാഴാണെന്ന് പറഞ്ഞത്. പിന്നെ അനുമോള് ഒരു സീൻ, അനുമോള് കുറച്ച് കാര്യം പറഞ്ഞാൽ തലേ മുണ്ടിട്ട് ഓടേണ്ടി വരുന്നൊക്കെ ഒരു പ്രസ്താവന പറയുന്നുണ്ടായി. അത് ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചില്ല. അതിന് ഈ തങ്കച്ചന്റെ വിഷയമൊക്കെയാണ് പറയുന്നത്, പറ്റിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല, അത് എപ്പിസോഡ് കാണിക്കാത്തതുകൊണ്ടാണ് പറയാത്തത്. ശേഷം ആര്യനും അനീഷും തമ്മിൽ ലാസ്റ്റ് ഭാഗത്ത് ഒരു കുളത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. അനീഷിന്റെ പോക്കറ്റിലായിട്ട് കോയിൻ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ആര്യൻ. ആ സമയത്ത് അനീഷ് റിയാക്ട് ചെയ്തു, ചെറ്റേ എന്ന് വിളിച്ചു, പിന്നെ ചവിട്ടാൻ കാലോങ്ങി. പക്ഷെ ഇവിടെ പ്രൊവോക്ക് ചെയ്തത് ആര്യനാണെന്ന് പറഞ്ഞ ഹൗസ് മേറ്റ്സ് ഒക്കെ ആര്യനെ വിമർശിക്കുന്നത് കണ്ടു. ശരിയാണ്, പ്രൊവോക്ക് ചെയ്ത ആര്യനാണ്. അനുവാദമില്ലാതെ ഒരാളുടെ ദേഹത്ത് പോയി തൊടുന്നത്, പോക്കറ്റ് കയറുന്നതൊക്കെ തെറ്റാണ്. പക്ഷെ അവിടെ ഇത്രയും കാലം പ്രതികരിക്കാതെ ഇങ്ങനെ സ്റ്റെപ്പ് ഓൺ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന അനീഷിന്റെ ഗെയിം അവിടെ പൊളിഞ്ഞു. ആരെന്ത് പറഞ്ഞാലും റിയാക്ട് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നുകൊണ്ടിരുന്ന അനീഷ് ഇന്നലെ ചെറ്റ എന്ന് വിളിക്കുകയും ചവിട്ടാൻ കാലോങ്ങുകയും വരെ ചെയ്തു. സോ അനീഷിന്റെ ഗെയിം പ്ലാൻ അവിടെ കൊണ്ട് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ പുള്ളിക്കാരന് പുതിയ വല്ല ഗെയിം പ്ലാനും ചേഞ്ച് ചെയ്ത് നടത്തേണ്ടി വരും എന്നാണ് എനിക്ക് ആ ഒരു ഇന്നലത്തെ ഇൻസിഡന്റ് കണ്ട സമയത്ത് മനസ്സിലായത്. സോ ഇന്നലെ ഇതൊക്കെ തന്നെയാണ് നടന്നത് ഗൈസ്. ഇനി മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.